നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. റീച്ചിന് വേണ്ടി, ലൈക്കിന് വേണ്ടി കുരുതി കൊടുത്തു ഒരു മനുഷ്യനെ. അതിരുകടന്നാൽ അമൃതവും വിഷം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട് സ്വദേശിയായ ദീപകിന്റെ മരണം. അച്ഛനും അമ്മയും അവരുടെ സന്തോഷവും അത് മാത്രമായിരുന്നു അയാളുടെ ലോകം. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലോടെ കേരള സമൂഹം ചർച്ച ചെയ്തത്. സോഷ്യൽ മീഡിയയുടെ പവർ എന്താണ് എന്നത് ഒരുപക്ഷെ അത് കാണിച്ചു തന്നു എന്ന് പറയേണ്ടി വരും. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് സോഷ്യൽ മീഡിയ. ഒരുപക്ഷെ ഒരു വാർത്തയ്ക്ക് തരാൻ പറ്റാത്ത ഒരു പ്രാധാന്യം പോലീസിനോ നീതിക്കോ ന്യായത്തിനോ ഒന്നും തന്നെ നൽകാൻ പറ്റാത്ത ഒരു നടപടി പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് നടക്കാറുണ്ട്, സംഭവിക്കാറുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ അതേ സോഷ്യൽ മീഡിയ അതിരുകടന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, റീച്ചിനും ലൈക്കിനും വേണ്ടി എന്ത് നെറുകേടും കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഒരു ജീവൻ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ജീവൻ, ഒരു കുടുംബത്തിന്റെ മനസമാധാനം തന്നെ തല്ലിക്കെടുത്തും എന്നുള്ളതാണ്. അത്തരമൊരു ജീവനും ഒരു കുടുംബത്തിന്റെ മനസമാധാനവും കെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വീഡിയോ ദൃശ്യം പ്രചരിപ്പിക്കുകയായിരുന്നു. അതേ തുടർന്ന് മനം നൊന്താണ് യുവാവ് ജീവനൊടുക്കുന്നത്. കോഴിക്കോട് ഗോവിന്ദാപുരം മണൽത്താഴം TV ഗോപാലൻ റോഡിലെ ഉള്ളാട്ടുതൊടി ദീപക്കി എന്ന് പറയുന്ന വീട്ടിലുള്ള 42 വയസ്സുകാരനായ ദീപക് എന്ന യുവാവാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ ഇദ്ദേഹത്തിനെ കണ്ടെത്തുകയായിരുന്നു. ഉള്ളാട്ടുതൊടി ചോയിയുടെയും കന്യകയുടെയും ഏക മകനാണ് ദീപക്. അദ്ദേഹത്തിന്റെ മൃതദേഹം അത് കണ്ട് പൊട്ടിക്കരയുന്ന അമ്മയുടെ വാക്കുകളുടെ അതൊക്കെ തന്നെ തുളച്ചു കയറുന്ന ഒരു മണിക്കൂറുകളാണ് ഇപ്പോഴൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ വസ്ത്ര നിർമ്മാണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി, സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്ന ദീപക് ജോലി ആവശ്യത്തിന് വേണ്ടിയാണ് കണ്ണൂർ പയ്യന്നൂരിലേക്ക് പോകുന്നത്. ആ യാത്രയിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എന്നുള്ളതുമാണ്. ട്രെയിൻ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വച്ച് ദീപക് തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ തൊട്ടതായി ആരോപിച്ചുകൊണ്ടാണ് അരീക്കോട് സ്വദേശിയായിട്ടുള്ള യുവതി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ആരോപണമുയർന്നതോടെ ആദ്യ റീൽ പിൻവലിച്ച യുവതി പിന്നീട് വീഡിയോയ്ക്കൊപ്പം വിശദീകരണവും ചേർത്തുകൊണ്ട് മറ്റൊരു റീല് റീപോസ്റ്റ് ചെയ്യുകയായിരുന്നു. വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് നടത്തിയതെന്നും വീഡിയോ പ്രചരിപ്പിച്ചതോടെ ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലാകുകയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബന്ധുക്കൾ പ്രതികരിച്ചു. ശനിയാഴ്ച രാത്രി 10 മണിയോടെ ഉറങ്ങാൻ പോയ ദീപക് രാവിലെ 7:30 മുറി തുറക്കാതായതിനെ തുടർന്ന് മാതാപിതാക്കൾ നാട്ടുകാരുടെ സഹായത്തോടെ വാതിൽ കുത്തി തുറന്ന് നോക്കിയപ്പോഴാണ് തന്റെ മകൻ മരിച്ച നിലയിൽ കണ്ട അവസ്ഥയിലേക്ക് ആ അമ്മയുടെ കാഴ്ച പോയത്. കട്ടിലിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. യുവതിക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള നിരവധി സാമൂഹിക പ്രവർത്തകരും രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതോടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ഒരു ബസ് യാത്രകൾക്കിടയിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നത്. പലപ്പോഴും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെങ്കിലും ഒരു ബഹളം വെച്ചു കഴിഞ്ഞാൽ പോലും ചുറ്റിലുള്ളവരും നിശബ്ദമായി നിൽക്കുന്ന സാഹചര്യം അടക്കം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഓരോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിക്കാൻ മടിച്ചു നിൽക്കാത്ത ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കാറുണ്ട്. അതായത് തന്നെ ആരെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ തന്നെയോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നുകിൽ ലൈവായിട്ടിടുന്നതോ അല്ലെങ്കിൽ അത് പിന്നീട് പോസ്റ്റ് ആയിട്ടിടുന്നതോ ഒക്കെ ചെയ്തുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ സമൂഹത്തിന് മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരു വ്യക്തി സ്വന്തം റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തനിക്ക് വൈറലാകാൻ വേണ്ടി, ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ കുരുതി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ പെൺകുട്ടി, ഈ ദീപകിന്റെ മരണത്തിന് അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു വീഡിയോ പ്രചരിച്ചതോടെ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് പെൺകുട്ടി സ്വന്തം വീഡിയോ റീച്ചിന് വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ദീപകിന്റെ അടുത്തേക്ക് പോയത് എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്.
രണ്ട് വിഭാഗം ഈ വിഷയത്തിലുണ്ട്. ദീപകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദീപക് ഒരു പാവമായിരുന്നു, അവനൊരിക്കലും ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറില്ല എന്നുള്ള ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം ദീപകിന് വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മറുവശത്ത് ഈ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്തേക്ക് വരുന്നത്. ആ പെൺകുട്ടി തെറ്റുണ്ടായപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് അത് ഇപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടതുകൊണ്ട് മാത്രം തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെൺകുട്ടികൾ അവർ ചൂഷണം നേരിടുമ്പോൾ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് പോലും സംശയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ യുവതിക്ക് സപ്പോർട്ട് ചെയ്തും നിരവധി ആളുകളാണ് രംഗത്തേക്ക് വരുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരാൾ പോലും നിങ്ങൾക്ക് വേണ്ടി അവിടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വരണമെന്നില്ല. അവർ ഒരിക്കലും ഒരു പ്രശ്നത്തിന് ഇടയാകേണ്ട അല്ലെങ്കിൽ ഒരു എന്തിനാണ് മനഃപൂർവ്വം ഒരു പ്രശ്നം ഞാൻ അങ്ങോട്ട് പോയി പിടിച്ച് കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ അവരൊക്കെ നിശബ്ദമായിട്ട് നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അന്ന് നിങ്ങൾ അത്തരത്തിലൊരു ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന യുവതിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ യുവതിക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തെളിവായിട്ട് ആ മനുഷ്യരെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ പെൺകുട്ടി റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോ നിർമ്മിച്ചത് എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷേ നിലവിൽ ആ പെൺകുട്ടി പറയുന്നത് പ്രകാരം താൻ റീച്ചിന് വേണ്ടിയല്ല ഈ ഒരു വീഡിയോ നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ആ പെൺകുട്ടി ഇപ്പോൾ ഒളിവിലാണ്, എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. എന്തായാലും സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന ദീപകിന് പകരം ഒരുപക്ഷെ യുവതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് വലിയ ചർച്ചകളും ഒരുപക്ഷെ പരസ്പരം പോരിലേക്കും വലിയ രീതിയിലുള്ള മറ്റ് പല കാര്യങ്ങളിലേക്കും വർഗീയ പരാമർശങ്ങളിലേക്ക് അടക്കം എത്തിയേനെ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മരണപ്പെട്ടത് ഒരു പുരുഷനാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. എങ്കിൽ പോലും നിലവിൽ മെൻസ് അസോസിയേഷനിലെ ആളുകളടക്കം ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സജീവമായിട്ട് രംഗത്തേക്ക് വരുന്നു. ഈ വിഷയത്തിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരുപക്ഷെ ദീപക് ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം വരുമ്പോൾ ആ പെൺകുട്ടി ഇത്രയും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്ത് സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പരാതി നൽകാമായിരുന്നു, അല്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വീഡിയോ എടുത്ത് കോടതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്, സോഷ്യൽ മീഡിയ കോടതിയിൽ എല്ലാം തീർപ്പാക്കാം എന്നുള്ള മനോഭാവത്തിലേക്ക് പോയത് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്. എന്തായാലും ഇതിനെ ഇനി എങ്ങനെയാണ് കോടതി ഏറ്റെടുക്കുന്നത്, എന്തായിരിക്കും ഇതിലെ വിധി എന്നറിയാൻ തന്നെയാണ് നമ്മുടെ സമൂഹം കാത്തിരിക്കുന്നത്. നിലവിൽ പെൺകുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ അന്വേഷണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ.